എല്ലാരും വിളിച്ചു. നീ അവളെ പിടിച്ച് മാറ്റി, ഇതിവിടെ ഉറച്ചുപോയി. ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? നിനക്ക് എന്തറിയാടി? എന്നെങ്ങനെ ശിക്ഷിച്ച എല്ലാ നായക മക്കളെ കൊന്നിട്ട് ഞാനും അവിടെ ഒന്നും തൊള്ളുണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു അത് രണ്ട് വിഭാഗക്കാരും തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം. അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കിടമുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല. കിട്ടിയ അതൊരു തരത്തിലും മന്ത്രിയെ കയ്യേറ്റം ചെയ്തിട്ടില്ല. വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് മന്ത്രി അവിടെ വന്നത്. ഈ പ്രതിഷേധക്കാർ അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന പോലീസ് സന്നാഹം മന്ത്രിയെ വളയം. എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശ. പിന്നെ ഞാൻ ഈ കാണുന്നതൊക്കെ എന്താ? ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? നമ്പറോ? ആ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ആശുപത്രിക്കകത്ത് നിന്നുള്ള ദൃശ്യമാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിക്ക് സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റു. നമ്മളൊക്കെ ഇനി എത്ര കാലോട് ഒന്ന് നിർത്ത് എന്നുള്ളതാണ് നേരത്തെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ് ഐസിയുവിലേക്ക് മന്ത്രിയെ മാറ്റിയിരിക്കുന്നു. അത്യാഹിത വിഭാഗത്തിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഫിലിക്സ് തുടരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഫിലിക്സ്, നമ്മൾ ഈ അതുൽ MC എന്ന് പറയുന്ന, അതായത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു യുവാവിനെ പറഞ്ഞു. ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ചുറ്റി പിടിക്കുന്ന ആ കറുത്ത